അയ്യോ 10:40. ഇന്നിപ്പോ നിന്റെ ജോലി പോയി. മാനേജർ 4 വട്ടം മുന്നറിയിപ്പ് തന്ന ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു പുതിയ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വല്ലാത്തൊരു കാര്യമായല്ലോ. എന്ത് ചെയ്യും? നോക്കട്ടെ. ഇന്ന് മോശപ്പെട്ട ദിവസമാവാൻ ചാൻസ്. ഉച്ചയോട് ദേഷ്യമൊന്നുമില്ല, അത് ഒരു മുന്നറിയിപ്പ് തരികയാണ്. എന്തൊക്കെ ആയാലും എനിക്ക് ഈ പൂച്ചയോട് വളരെ നന്ദിയുണ്ട്. കുട്ടിയെ എന്നാ എനിക്ക് നേരം പുലരാ? എനിക്ക് നന്നാവണ്ടേ? കുളത്ത് പോയി കുളിക്കാം, എന്നിട്ട് 2 കിലോമീറ്റർ നടന്ന് എന്നാ തന്നെ അത് തനിക്കൊന്ന് ഉഷാറാവും, അല്ലാതെ ശരിയാവില്ല. ഞാൻ രാവിലെ നീറ്റ് അമ്പലക്കുളത്ത് പോയി കുളിച്ച് തൊഴുത് ഇത്രയും നേരമായി ഇവിടെ വന്നിരിക്കുക. നീ നീറ്റിട്ടും കൂടി ഇല്ല. എനിക്കൊന്ന് നന്നായിക്കൂടെ? എന്താ അമ്മേ പലഹാരം? വേഗം കൊണ്ടുവരൂ. ഉച്ചയൂണ് ചെലപ്പോ വരും. അതെ, അല്ല ഇന്ന് ഈ ജോലിക്കൊന്നും പോണില്ലേ? അല്ല മുഖം കണ്ടിട്ടുള്ള ജോലി കളഞ്ഞ പോലെ ഉണ്ടല്ലോ. അത് അമ്മക്ക് എന്നെ മനസ്സിലായി. എടാ അന്നേക്കാളും 10-20 ഞാൻ കൂടുതൽ ഉണ്ടതല്ലേ. അപ്പൊ എനിക്ക് ഓരോരുത്തരെ കണ്ടറിയാതിരിക്കോ? ഹലോ കേട്ടോ, നമ്മളെ സുന്ദരി പൂച്ചനെ കാണാനില്ല. സുന്ദരീനെ കാണാനില്ലേ? മോനെ വിഷമിക്കണ്ട, എനിക്കറിയാം നീയും പൂച്ച തമ്മിൽ അത്ര ആത്മബന്ധാണെന്നുള്ളത്. നീയും ആ പൂച്ച അങ്ങനെ പുനർജന്മമാവുക കാരണമാണ് എനിക്ക് ഇത്ര സങ്കടം. ഇത് കാരണം നീ പോയി നാളെ ജോലിശീലൊന്ന് പോയി കാണാൻ. ശരി അമ്മ. വായോ, നീ റെസ്റ്റ് എടുക്ക് പോയിട്ട്. നിങ്ങളൊക്കെ നിർബന്ധത്തിന് നീ ഒരു കല്യാണം കഴിക്കണം, കഴിച്ചേ പറ്റൂ. ശരി അമ്മ, നോക്കാം. നീ നാളെ ഒരു പെൺകുട്ടിയെ പോയി കാണണം. നിന്റെ അമ്മയും അനിയത്തിയും നിന്റെ കൂടെ വരും. ശരി അമ്മ. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കില്ല, എന്റെ മനസ്സ് പറയുന്നുണ്ട്. നീ പോയി കാണ്. കറണ്ട് എന്താ അവിടെ ഇരിക്കുന്ന? എങ്ങനെ ഇരിക്കും? നേരം വയസ്സന്മാരിയ്ക്കണ പോലെ ഇരിക്കണം, നല്ല പോലെ ഇരിക്കണം. മോടെ അച്ഛനും അമ്മ എവിടെ? അതെ, നിങ്ങൾ ചേച്ചിന്റെ പെണ്ണാണോ വന്നത്? എവിടെ ചേച്ചി? ഇതെന്താ നിങ്ങൾ പരസ്പരം നോക്കിക്കണേ? അമ്മാവ് പറഞ്ഞ പോലെ നിങ്ങള് പുനർജന്മാണോ? എന്തായാലും ജ്യോത്സ്യം പറഞ്ഞത് കറക്റ്റാണല്ലോ. ഞാൻ രണ്ടാമതൊരാളെയും കൂടി ഉടൻ കാണുമെന്ന് പറഞ്ഞത് കറക്റ്റായി. എന്താ ഇതിന്റെ കല്യാണം? എല്ലാം ദൈവനിശ്ചയാണ്. തിരുമേനി, ഇതിന്റെ രാശിയൊന്നും നോക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, വിരോധം തോന്നരുത്.
കഴിഞ്ഞ ജന്മത്തിലെ 3 പേർ ഇവിടെ വീണ്ടും പുനർജനിച്ചിട്ടുണ്ട്. ഇനി ഒരു രസം അങ്ങോട്ട് പറയാലോ അല്ലേ? കഴിഞ്ഞ ജന്മം നിങ്ങളൊരു ആൺപൂച്ചയും ബാക്കി 2 പേർ പെൺപൂച്ചകളും ആയിരുന്നു. ഈ പെൺപൂച്ചകളാണെങ്കിലോ നിങ്ങളുടെ ഭാര്യമാരായ പൂച്ചകളും. ചിന്തയിൽ കാണുന്നു, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ടല്ലോ, മ്യാവൂ, ശരിയല്ലേ? ആ പൂച്ച കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ഭാര്യയാണ്. ആ പൂച്ച നിങ്ങളോട് നല്ല ഇണക്കം കാണിക്കുന്നുണ്ട്. എന്താ, ശരിയല്ലേ? ഈ പൂച്ചയെ കാണാതാവുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ 2ാമത്തെ ഭാര്യയെ കാണാനിടവരും. അവൾ മനുഷ്യ സ്ത്രീ തന്നെയാണ് കേട്ടോ. അവളെ നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. പിന്നെ കാലദോഷം മാറാൻ അമ്പലത്തിൽ പോയി താങ്കൾക്കിഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യുക. എന്നാ ശരി, ഈശ്വരോ രക്ഷതു. അവിടെ വെച്ചോ. ശരി തിരുമേനി. ആ. ചേട്ടാ, എന്താ ലില്ലി? ഈ നിങ്ങളുടെ സുന്ദരി പൂച്ചയെ കാണാൻ മനസ്സ് തുടിക്കാമോ? ലില്ലി, കഴിഞ്ഞ ജന്മം നിങ്ങൾ കൂട്ടുകാരികളായിരിക്കാം. ശരി ചേട്ടാ. ആ ശരി ശരി.